നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നായകനും രാഷ്ട്രശില്പിയുമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമായി നാടെങ്ങും ആഘോഷിച്ചു. കേരള വിഷൻ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രമേഹ ദിനാചരണം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കട്ടിലപ്പൂവം ഭാഗത്ത് കാട്ടാനക്കൂട്ടമിറങ്ങി വീടിന്റെ ഗേറ്റും വ്യാപകമായി കൃഷികളും നശിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സ്വാതന്ത്ര്യ സമര നായകനും രാഷ്ട്രശില്പിയും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ ഇന്ത്യയിലെമ്പാടും ശിശുദിനം ആഘോഷിച്ചു. കുട്ടികളോട് നെഹ്റുവിനുണ്ടായിരുന്ന അതിരറ്റ വാത്സല്യത്തെ മുൻനിർത്തിയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ഇതിനായി തിരഞ്ഞെടുത്തത്. ഭാരതത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന തിരക്കിലും കൊച്ചുകുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കാനും ഉല്ലസിക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചു. കുട്ടികളാകട്ടെ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ചാച്ചാജി എന്ന് വിളിച്ചു. കുട്ടികളോടുണ്ടായിരുന്ന താല്പര്യത്തെയും നർമ്മബോധത്തെയും വെളിപ്പെടുത്തുന്ന നിരവധി കഥകളുണ്ട്. ചിന്തകനായ ബക്സ്റ്റൺ പറയുന്നത് പോലെ ശിശുക്കളെ സന്തോഷവാന്മാരാക്കുകയാണ് ഒന്നാമത്തെ സേവനം. ഇത് നെഹ്റു മനസ്സിലാക്കിയിരുന്നു. ശിശുദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ എല്ലായിടത്തും വിദ്യാലയങ്ങൾ തോറും ആഘോഷ പരിപാടികൾ നടത്തുന്നു. ശിശുക്ഷേമ സമിതിയുടെ സഹകരണത്തോടെ വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. വർണ്ണാഭമായ ശിശുദിന റാലി. ആഘോഷങ്ങൾ എന്തായാലും ഉദ്ദേശിക്കുന്ന പ്രയോജനം ലഭിക്കണമെങ്കിൽ നടപ്പിലാക്കുന്നവർ കാര്യക്ഷമതയോടെ ചെയ്യണം. യൂണിഫോം അണിഞ്ഞ കുട്ടികളുടേത് മാത്രമല്ല ശിശുദിനം. ആവശ്യത്തിന് ആഹാരമോ അക്ഷരമോ വസ്ത്രമോ സ്നേഹമോ കിട്ടാത്ത കുട്ടികളും ശിശുദിനാഘോഷത്തിന്റെ പരിധിയിൽ വരുന്നു. എല്ലാ ശിശുക്കളും ക്ഷേമൈശ്വര്യങ്ങളോടെ കഴിയുന്ന ഒരവസ്ഥയാകണം നമ്മുടെ ലക്ഷ്യം. ജില്ലാ ഭരണകൂടം, ജില്ലാ ശിശുക്ഷേമ സമിതി, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തൃശൂർ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നവംബർ 14 വർണ്ണോത്സവം 2024 ശിശുദിനാഘോഷം നടത്തി. രാവിലെ 8-ന് തൃശൂർ CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ശിശുദിന റാലി ആരംഭിച്ചു. കുട്ടികളുടെ പ്രധാനമന്ത്രി S ദക്ഷിണ റാലിയെ നയിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. P ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ ചേർന്ന് ടൗൺ ഹാളിൽ സ്വീകരിച്ചു. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കുട്ടികളുടെ ചാച്ചാജി നിർവഹിച്ചു. കുട്ടികളുടെ പ്രസിഡന്റ് മേഘ സൂസൻ പോളിന്റെ അധ്യക്ഷതയിൽ കുട്ടികളുടെ സ്പീക്കർ അതിഥി അരുൺ മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ശിശുദിന സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ ശിശുദിന സന്ദേശം നൽകി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു സംസാരിച്ചു. K രാധാകൃഷ്ണൻ MP, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. KS അൽസഫ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. MS ഷാസിമാം സ്വാഗതവും R തീർത്ഥ നന്ദിയും അറിയിച്ചു. കേരള വിഷൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ MD പ്രജേഷ് ആച്ചാണ്ടി അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ഭാമ മുഖ്യാതിഥിയായിരുന്നു. VP നന്ദകുമാർ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു. ഹോസ്പിറ്റൽ സൂപ്രണ്ട് താജ് പോൾ കിറ്റുകൾ ഏറ്റുവാങ്ങി. ADMO ഡോക്ടർ മിനി, COA ജില്ലാ പ്രസിഡന്റ് സുഭാഷ്, കമ്മിറ്റി മെമ്പർ CA ബൈജു, KCCL ഡയറക്ടർ ബിജു, ചാനൽ ഡയറക്ടർ സുബ്രഹ്മണ്യൻ, തൃശൂർ കേരള വിഷൻ MD T ജയപ്രകാശ്, ജെറോം എന്നിവർ സംസാരിച്ചു. COA ജില്ലാ സെക്രട്ടറി ആന്റണി സ്വാഗതവും ട്രഷറർ CG ജോസ് നന്ദിയും അറിയിച്ചു. ഇന്ത്യൻ മെഡിക്കൽ കോഴ്സ് കിറ്റ് എന്ന പദ്ധതിയുമായി നമ്മൾ നടത്തുന്ന കഴിഞ്ഞ വർഷം ഒരു വർഷക്കാലമായി കേരള വിഷൻ ഏറ്റെടുത്ത്
കേരളത്തിനകത്തുള്ള എല്ലാ പൊതുമേഖലയിലുള്ള ആസ്പത്രികളിലേക്കും ഒരു പ്രൊജക്റ്റ് എത്തിക്കുന്ന ഒരു സംരംഭത്തിനകത്ത് എൻ്റെ കൺമണിക്ക് എന്നതിൻ്റെ പേരിൽ ഒരു കിറ്റ് നമ്മൾ കൊടുക്കുക. നമുക്കറിയാം, ഇത് ചാനൽ കേരള വിഷൻ ആണെങ്കിലും ആത്മാർത്ഥമായി അവരുടെ പ്രവർത്തനം ഇതിനെ വിലയിരുത്തുമ്പോഴാണ് നമുക്കറിയാം മണപ്പുറം ഫൗണ്ടേഷനൊക്കെ ഈ വക സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് നൽകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സമൂഹത്തിനകത്ത് ഇന്നും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറുള്ള ഒരു സംവിധാനമുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇപ്പം തൃശ്ശൂരിലുള്ള ജില്ലാ ആസ്പത്രിയെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തുമ്പോൾ, ഞാനിവിടെ മേയറായി വരുമ്പോൾ ഇവിടുത്തെ OP 800 അതിനകത്ത് പല മാറ്റങ്ങളും നമുക്കറിയാം. ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് ഇവിടെ വരുന്നവരുടെ സ്ഥിതി മനസ്സിലാക്കി ഇന്ന് ഏകദേശം 3200 OP ആയി ഇന്ന് നിലനിൽക്കുക. തൃശ്ശൂരിലുള്ള മെഡിക്കൽ കോളേജിനെ പോലും മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായി തൃശ്ശൂർ ജില്ലാ ആസ്പത്രി നിലനിൽക്കുന്നു. നമുക്കറിയാം, ഇതുപോലെയുള്ള പല സന്നദ്ധ സംഘടനകളും ഈ ആസ്പത്രിയെ സഹായിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏകദേശം ഒരു മാസം ആവറേജ് 250ഓളം ഡെലിവറി നടക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂരിൻ്റെ ജില്ലാ ആസ്പത്രി. ഒരു മാസം 250 ജില്ലാ ആസ്പത്രി. പിന്നെ നമുക്കറിയാം, സ്വകാര്യ മേഖലയിൽ ഒരു ആസ്പത്രിയാണെങ്കിൽ ഒന്ന് പ്രസവിക്കണമെങ്കിലുള്ള ചാർജ് ഏകദേശം 1 ലക്ഷം രൂപ ചെലവാണ്. 1 ലക്ഷം രൂപ. അത് ചില സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ട് അവിടെ തന്നെ പ്രസവിക്കണമെന്ന് ഭയങ്കര നിർബന്ധമുണ്ട്. അവിടെ തന്നെ പ്രസവിക്കും. കാരണം 1 ലക്ഷം രൂപ എന്ത് കൊല കൊടുത്തും ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ചെലവ് ചെയ്യിപ്പിക്കണം. കാരണം മുന്തിയ ആസ്പത്രിയിൽ പ്രസവിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷെ ഇന്ന് പൊതുമേഖലയിലുള്ള ആസ്പത്രികൾ സ്വകാര്യ മേഖലയിലുള്ള ആസ്പത്രിയെ പോലും ചാലഞ്ച് ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു ആസ്പത്രിയായി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കോർപ്പറേഷൻ പോകും. തൃശൂർ ജില്ലാ പഞ്ചായത്തും തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസും തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ലോക പ്രമേഹ ദിനാചരണം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. വടക്കാഞ്ചേരി MLA സേവർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായി. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NA ഷീജ വിഷയാവതരണം നടത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CV സുനിൽകുമാർ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VC സജീന്ദ്രൻ, PR രാധാകൃഷ്ണൻ, സബിത സതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം K രാമചന്ദ്രൻ, VS ഷാജു, എരുമപ്പെട്ടി CHC ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീ മുഹമ്മദ് ഇക്ബാൽ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി VA മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മാസ് മീഡിയ ഓഫീസർ PA സന്തോഷ് കുമാർ സ്വാഗതവും തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MB ബിനിത നന്ദിയും അറിയിച്ചു. ജീവിത രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ രോഗത്തിന് വിധേയമാവുന്നത്. പാരമ്പര്യത്തിന്റെ ഭാഗമായും ഈ രോഗം ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുമ്പോഴും കൃത്യമായി നമുക്ക് നമ്മുടെ ജീവിതചര്യ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഒട്ടേറെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നതാണ്. തൃശൂർ കട്ടിലപ്പൂവം ഭാഗത്ത് ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങി വീടിന്റെ ഗേറ്റ് തകർത്തു. രാത്രി 11:30 വാരിക്കുളം ഭാഗത്ത് നിന്ന് ഇറങ്ങിയ ആന പുലർച്ചെ 3 പോസ്റ്റ് ഓഫീസിനു സമീപം തൈക്കാട്ടുമൂലയിൽ രാജുവിന്റെ വീടിന് മുന്നിലെ ഗേറ്റ് തകർത്തു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കാട്ടാന ഇറങ്ങിയ വിവരം നാട്ടുകാർ അറിഞ്ഞത്. ഇതിനു മുൻപും ഈ ഭാഗത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങി നിരവധി കൃഷിനാശം വരുത്തിയിരുന്നു. കാട്ടാന പ്രദേശം വിട്ടിട്ടില്ലെന്നും അതുവഴി പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. 3 മണി 3:15 കൂടിയിട്ടാണ് ആന നമ്മുടെ ഈ പറമ്പിൽ വന്നത്. അത് വന്ന് മുൻവശത്തെ ഗേറ്റും മതിലൊക്കെ ഇടിച്ച് നിരത്തി റോഡിലേക്ക് കടന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് പുറത്തേക്ക് പോയി. ഇതിനു മുമ്പ് 1 മാസം മുമ്പ് ഇതുപോലെ ആന വന്ന് നമ്മുടെ തൊട്ടടുത്ത കട തന്നെ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഇതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഞെട്ടി ഉണരുന്നത് ഭൂമി കുലുക്കം പോലെയൊരു സൗണ്ടായിരുന്നു. അപ്പോൾ
അപ്പോൾ ശബ്ദം ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞെട്ടി ഉണർന്നത്. അപ്പം ജനലിൽ കൂടെ നോക്കുമ്പോൾ ആന ഫ്രണ്ടിൽ മതിൽ പൊളിക്കണം ഇറങ്ങി പൊളിച്ചിറങ്ങി ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് വേറൊരു പറമ്പിലേക്ക് അവിടെ ഇറങ്ങിപ്പോയി. ഇപ്പോൾ 2-3 പ്രാവശ്യമായി കാട്ടാന ശല്യം വരുന്നു. അപ്പോൾ നമുക്ക് 3 വർഷമായിട്ട് മലയോര ഗ്രാമമായ മാടക്കത്തറ മണ്ഡലം പഞ്ചായത്തിലെ മലയോര ഗ്രാമമായ കട്ടിലപ്പുഴ നിന്നൊഴി വാരുകളാണ്. അതിരൂക്ഷമാണ് ഇവിടെ കാട്ടാന ശല്യം. നമ്മുടെ ചരക്കാക്കോട് നിന്നും കൊണ്ട് കട്ടിലപ്പൂത്തിട്ട് വരുന്ന വഴി രാത്രി ഒരു 9 മണി കഴിഞ്ഞാൽ ആൾക്കാർക്ക് സഞ്ചരിക്കാനോ അതുപോലെ തന്നെ യാത്ര ചെയ്യാനോ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേണ്ടപ്പെട്ട അധികാരി പ്രാദേശിക ഭരണകൂടം അടക്കം നിഷ്ക്രിയമാണ്. ബന്ധപ്പെട്ട അധികാരികളെയും ഉദ്യോഗസ്ഥന്മാരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയും ഇത് പലതവണ അറിയിച്ചിട്ടും രേഖാമൂലം അറിയിച്ചിട്ടും യാതൊരു നടപടിയില്ല. അവർ മറ്റേ വേലി കെട്ടാനുള്ള ടെൻഡറായിട്ടെന്ന് പറഞ്ഞിട്ട് തന്നെ 3 വർഷമായി. ഇതിൻ്റെ നടപടികളൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ പല ഉഷാദികളും ഉണ്ടാകുന്ന ടൈമാണ്. അപ്പോൾ കൂടുതലായിട്ടും ഈ ആനയുടെ ശല്യം രൂക്ഷമാവാനുള്ള സാധ്യത. സർക്കാർ ഒട്ടും ജാഗ്രത കാണിക്കണില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ ഇത് രസിക്കുകയാണ്. ഒരു വശത്ത് നിന്നിട്ട് മാറി നിന്നിട്ട് ഇവിടെ കൃഷി നാശം ഭയങ്കര രൂക്ഷമാണ്. ആനകൾ വന്നിട്ട് വാഴകളും തെങ്ങുകളും നശിപ്പിച്ചിട്ട് അതിദാരുണമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഉണ്ടായ സംഭവം ഇതിപ്പോൾ ഈ വീട്ടിൽ നാടകളിൽ ഒരു ആക്രമണം ഉണ്ടായാൽ എങ്ങനെ അത് നേരിടാനോ ബന്ധപ്പെട്ട RRTമാരോ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരോ എത്തുന്നില്ല എന്നുള്ള ധർമ്മസങ്കടമാണ്. ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും ഭയങ്കര ഭീഷണിയാണ്. ഇത് അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇതിനെതിരെ അതിബഹുത്തായ വലിയ പ്രക്ഷോഭം അടുത്ത കാലങ്ങളിൽ ജനകീയ പിന്തുണയോട് കൂടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നെഹ്റു അനുസ്മരണം മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ നടന്നു. മണ്ഡലം പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷത വഹിച്ചു. TCC വൈസ് പ്രസിഡന്റ് നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. KSSPA ഒല്ലൂർ നിയോജക മണ്ഡലം ട്രഷറർ MA ബാലൻ, ബ്ലോക്ക് ഭാരവാഹികളായ ഭാസ്കരൻ K മാധവൻ, MG രാജൻ, CA ജോസ്, CJ രാജേഷ്, ലിസി ജോൺസൺ, മണ്ഡലം ഭാരവാഹികളായ ജോണി അരിമ്പൂർ, ബേബി പാലോലിക്കൽ, RA ബാവ, KK കാസിം, സഫിയ നിഷാദ്, NM ചന്ദ്രൻ, PV ഹരിദാസ്, പ്രകാശൻ കുളങ്ങര, സജീവൻ MJ, കരീം ഖാൻ, ആനി ജോർജ്, ഫിലോമിന ജോസ്, ജാൻസി ടീച്ചർ, TM അബ്ബാസ് എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരിയിൽ നെഹ്റുവിന്റെ ജന്മദിനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. KS നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ അനുസ്മരണ പ്രസംഗം നടത്തി. PN വൈശാഖ്, ബിജു ഇസ്മയിൽ, ചന്ദ്രപ്രകാശ് ഇടമന, ജയൻ മംഗലം, KK അബൂബക്കർ, ജോണി ചിറ്റിലപ്പിള്ളി, MH ഷാനവാസ്, ഫിലിപ്പ് ജേക്കബ്, PS റഫീഖ്, ജെയ്സൺ പുതുരുത്തി, അഷ്റഫ് കരുമത്ര, K കൃഷ്ണകുമാർ, റോയ് ചിറ്റിലപ്പിള്ളി, K ശശിധരൻ മാസ്റ്റർ, PP സുലൈമാൻ എന്നിവർ പ്രസംഗിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യ തൃശൂർ ബ്രാഞ്ച് നവംബർ 16 രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ തൃശൂർ ചിയാരം ICAI ഭവനിൽ 2ാമത് സംസ്ഥാന കൊമേഴ്സ് കാർണിവൽ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് കൊമേഴ്സ് ക്വീസ്, ജൂനികൾ +1, +2 CA ബെസ്റ്റ് മാനേജർ എന്നീ മത്സരങ്ങളുമുണ്ട്. അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ശില്പശാലകളും സംഘടിപ്പിക്കുന്നു. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. 14 ജില്ലകളിൽ നിന്നും മികവ് തെളിയിച്ച 500 പേർ പങ്കെടുക്കും. വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകും. വാർത്താ സമ്മേളനത്തിൽ അനൂപ് B ഫ്രാൻസിസ്, ബൈജു ആന്റണി, ജീൻ പോൾ, സിബിൻ ലാസർ, TG സതീഷ് എന്നിവർ പങ്കെടുത്തു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ വിവിധ പരിപാടികളോടെ ശിശുദിനാഘോഷം വർണ്ണാഭമായി ആഘോഷിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ചിന്തു ചന്ദ്രൻ ശിശുദിന സന്ദേശം നൽകി. സ്കൂൾ SMC ചെയർമാൻ സുധീഷ് KM, വിജയൻ TA, അനു സോണി, സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് റിംസി ജോസ്, സ്കൂൾ ഫസ്റ്റ് അസിസ്റ്റന്റ് സജിത KS എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വർണ്ണോത്സവം 2024 വിജയികൾക്കും സ്കൂൾ കലോത്സവം, ശാസ്ത്രോത്സവം, കായികമേള എന്നിവയിലെ വിജയികൾക്കും സമ്മാനങ്ങൾ നൽകി. സ്ത്രീകളുടെ ചരിത്രമാണ് ഞാൻ എഴുതുന്നത്. മാധവന്റെ പ്രിയ തോഴയായി പ്രണയം ആവോളം ആസ്വദിച്ച ഞാനാണ് ആമിയെന്നും കമലയെന്നും നിങ്ങൾ വിളിക്കുന്ന നിങ്ങളുടെ സ്വന്തം മാതേക്കുട്ടി. നെഹ്റുവിന്റെ 135ാം ജന്മവാർഷികം തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VM കുര്യാക്കോസ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ എൽദോ തോമസ്, VG സുരേഷ് കുമാർ, വർഗീസ് വാഗയിൽ എന്നിവർ അനുസ്മരണ സന്ദേശം നൽകി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ PV വിനയൻ, ജോഷി കല്ലിയേൽ, ജോണി ചിറ്റിലപ്പള്ളി, PV ഹസനാർ, കരുമത്ര വാർഡ് മെമ്പർ PS റഫീഖ് എന്നിവർ പ്രസംഗിച്ചു. പുഷ്പാർച്ചനയ്ക്ക് NJ ഐസക്, അശ്വിൻ തമ്പി, സബീല, ജോൺ, ജോയ് TD, ഷൈജു മലാക്ക, നൌഷാദ് തെക്കുംകര, സണ്ണി വടക്കൂടൻ, നിക്സൺ പുന്നംപറമ്പ്, ബൈജു, സെബിൻ, ബിജു, വാസുദേവൻ, രാമൻ, രാംദാസ്, ആന്റണി എന്നിവർ നേതൃത്വം നൽകി. നമുക്കറിയാം, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കുമുള്ള ഭക്ഷ്യധാന്യങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നില്ല. കാരണം കാർഷിക രാജ്യമായ ഇന്ത്യയെ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ കാർഷിക മേഖലയെ മുഴുവൻ തകർത്തു കളഞ്ഞ ഒരു സംവിധാനമായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലം. അങ്ങനെയുള്ള ഇന്ത്യയെ ടൺകണക്കിന് ഭക്ഷ്യധാന്യം ഇന്ത്യയിലെ ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ, ആ ഇന്ത്യയെ നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ ചിന്താഗതി
റഷ്യയിൽ നിന്ന് കടമെടുത്ത 5 മത്സര പദ്ധതികൾ, ആദ്യത്തെ 5 മത്സര പദ്ധതികളിലൂടെ കാർഷിക മേഖലയെ. തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 37ാമത് ജില്ലാ കൺവെൻഷൻ നവംബർ 16-ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ബസ് ഉടമ സംഘടനാ മെമ്പർ മരണപ്പെട്ടാൽ ആശ്രിതർക്ക് 1 ലക്ഷം രൂപ നൽകുന്ന വെൽഫെയർ സ്കീം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. മെമ്പർമാരുടെയും ബസ് ജീവനക്കാരുടെയും മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ്, പുരസ്കാരം, സർട്ടിഫിക്കറ്റ് എന്നിവ നൽകുന്നതിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ നിർവഹിക്കും. മുതിർന്ന ബസ് ഉടമകളെയും ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ MS പ്രേംകുമാർ, KK സേതുമാധവൻ, KS ഡൊമിനിക്, PG രാധാകൃഷ്ണൻ, CA ജോയ് എന്നിവർ പങ്കെടുത്തു. കരുമത്രയിൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ നെഹ്റു ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. AA ബഷീറിന്റെ അധ്യക്ഷതയിൽ INTUC മണ്ഡലം പ്രസിഡന്റ് NM വിനീഷ് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ KC സെബാസ്റ്റ്യൻ, KA സാബു, KM അബു, PA തോമസ്, KK ലക്ഷ്മണൻ, AH സിദ്ദീഖ്, PA അബു, AA ഫിനാൻ എന്നിവർ പങ്കെടുത്തു. ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിച്ചു. ചീരാച്ചിയിലെ നെഹ്റു മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും DCC ജനറൽ സെക്രട്ടറി ജേജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് റിസൺ വർഗീസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ ഡേവിസ് ചക്കാലക്കൽ, സിനോയ് സുബ്രഹ്മണ്യൻ, ഫ്രാങ്കോ തൃക്കൂക്കാരൻ, EV സുനിൽ രാജ്, നിമ്മി റപ്പായി, PJ അലക്സ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാക്കളായ ഷാജു തൊമ്മാന, സന്ദീപ് സഹദേവൻ, ഷാജു അരിമ്പൂർ, രാജീവ് മങ്ങാട്ട് എന്നിവർ നേതൃത്വം നൽകി. കലാസാമൂഹ്യ മാറ്റത്തിന് എന്ന ലക്ഷ്യവുമായി 2014 പ്രവർത്തനം ആരംഭിച്ച പീപ്പിൾസ് തിയേറ്ററിന്റെ 10ാം വാർഷികവും വെറൈറ്റി വോയ്സിന്റെ 5ാം വാർഷികവും നവംബർ 17-ന് കേരള സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് നടക്കും. സാമൂഹ്യ മുന്നേറ്റത്തിൽ ജനകീയ നാടകവേദി വലിയ പങ്കുവഹിച്ചു. ഇത് നമ്മുടെ ഭൂമി, ചീങ്കണ്ണി, അറിവ്, ഞാവൽക്കാട് തുടങ്ങി ഒരുപാട് നാടകങ്ങൾ ആയിരക്കണക്കിന് വേദികളിൽ അവതരിപ്പിച്ചു. തെരുവു നാടകങ്ങൾ, ഒറ്റയാൾ നാടകങ്ങളും അവതരിപ്പിക്കപ്പെട്ടു. നവോത്ഥാന നായകനായ VT ഭട്ടതിരിപ്പാടിന്റെ ജീവിതം ആവിഷ്കരിക്കുന്ന കരിവീട്ടി എന്ന നാടകം 90 വേദികൾ പിന്നിട്ടു. 10ാം വാർഷികം MP.K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കരിവീട്ടി, വയസ്സന്മാർ എന്നീ നാടകങ്ങളും അവതരിപ്പിക്കും. നിരവധി ഗായകർ ഗാനങ്ങൾ ആലപിക്കും. വാർത്താ സമ്മേളനത്തിൽ ED ഡേവിസ്, ഡോക്ടർ AC ജോസ്, ആന്റണി കൊള്ളന്നൂർ, KS ശിവരാമൻ, PD പൌലോസ് എന്നിവർ പങ്കെടുത്തു. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നീരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആചരിച്ചു. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. മുൻ മണ്ഡലം പ്രസിഡന്റ് O. ശോഭാചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ UK സദാനന്ദൻ, പൌലോസ് ചെരടായി, ഗ്രാമപഞ്ചായത്ത് അംഗം അരോഷ് TA, ന്യൂനപക്ഷ കോൺഗ്രസ് മണ്ഡലം ചെയർമാൻ റഷീദ് എന്നിവർ പ്രസംഗിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം മാടക്കത്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂര്യനഗറിൽ ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ മല്ലിയത്ത് അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ TS മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ NS നൌഷാദ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി PG ബൈജു, സത്യഭാമ ടീച്ചർ, ധനീഷ് K. ദാസ്, ഹമീദ് KA, അരുൺ പുത്തൻപുരയ്ക്കൽ, KR വത്സരാജ്, CV ദേവസി, ബ്രില്യന്റ് എന്നിവർ പ്രസംഗിച്ചു.
തൃശൂർ താലൂക്ക് കോഓപ്പറേറ്റീവ് കോളേജ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി KP വിശ്വനാഥന്റെ നാമധേയത്തിൽ പ്രഥമ പുരസ്കാരം ഷാഫി പറമ്പിൽ MP നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. 11,911 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം. കോഓപ്പറേറ്റീവ് കോളേജിൽ പഠനത്തിലും കലാകായിക സാംസ്കാരിക മേഖലകളിലും മികവ് പുലർത്തിയ ആയിഷ നിസാർ, നന്ദകിഷോർ എന്നീ വിദ്യാർത്ഥികളെ വിശ്വപ്രതിഭ പുരസ്കാരം നൽകി ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ PV കൃഷ്ണൻ നായർ, N ശ്രീകുമാർ, ഡോക്ടർ ജുവൽ ജോൺ ആലപ്പാട്ട്, TS സജീവൻ, AN ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 10 കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തു. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ റെയിൽവേ പോലീസും കേരള പോലീസും പരിശോധന നടത്തുന്നതിനിടെ പ്ലാസ്റ്റിക്കിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി. 8 ലക്ഷത്തോളം രൂപ വില വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. 2ാമത്തെ പ്ലാറ്റ്ഫോമിലെ തെക്കേയറ്റത്തുള്ള എസ്കലേറ്ററിന് സമീപമാണ് സഞ്ചിയിൽ സൂക്ഷിച്ച് കഞ്ചാവ് കണ്ടത്. ആൾ സഞ്ചാരമില്ലാത്ത ഇടത്ത് സൂക്ഷിച്ച നിലയിലായിരുന്നു. സമീപത്തൊന്നും ഉടമസ്ഥരെന്ന് തോന്നുന്ന ആരുമില്ലായിരുന്നു. ഉച്ചയോടെ ധൻബാദ് എക്സ്പ്രസ് വന്നുപോയ ശേഷമായിരുന്നു പരിശോധന. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകത്തിൽ നിന്നുമാണ് കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് എത്തുന്നത്. പിടിച്ചെടുത്ത കഞ്ചാവ് നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി. കേരള പോലീസ് റെയിൽവേ സ്റ്റേഷൻ SHO തോമസ്, ഗ്രേഡ് SIമാരായ മനോജ് കുമാർ, ജയകുമാർ, CPM അനൂപ് സുഗിൽ, RPF ഉദ്യോഗസ്ഥരായ CI അജയ്കുമാർ, ASI പ്രദീപ്, ASI തോമസ്, ഹെഡ് കോൺസ്റ്റബിൾ പ്രദീപ് എന്നിവരാണ് സംയുക്ത പരിശോധന നടത്തിയത്. 12:25 മണിയോടെ നമ്മൾ കേരള റെയിൽവേ പോലീസും അതുപോലെ RPFും ചേർന്ന് സംയുക്തമായിട്ട് പ്ലാറ്റ്ഫോമുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ എസ്കലേറ്ററിൻ്റെ അടുത്ത് ആ വേസ്റ്റേക്ക് വെക്കുന്ന ഭാഗത്ത് ഒരു 2 ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടപ്പെട്ട് അത് നമ്മൾ എടുത്ത് അതിൻ്റെ നോക്കിയിൽ അതിനകത്ത് കഞ്ചാവാണെന്ന് കണ്ട് 7 പൊതികളിലായിട്ട് പൊതിഞ്ഞു വെച്ച കഞ്ചാവാണെന്ന് കണ്ട് നമ്മളത് മാസപ്രകാരം ബന്ധപ്പെടുക്കാനുള്ള ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 9 കിലോ 905 ഗ്രാം കിലോ കഞ്ചാവാണ് ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നായകനും രാഷ്ട്രശില്പിയുമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമായി നാടെങ്ങും ആഘോഷിച്ചു. കേരള വിഷൻ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രമേഹ ദിനാചരണം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കട്ടിലപ്പൂവം ഭാഗത്ത് കാട്ടാനക്കൂട്ടമിറങ്ങി വീടിന്റെ ഗേറ്റും വ്യാപകമായി കൃഷികളും നശിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.